അല്ല മിമ്മി, ബസ് എപ്പോഴാ വരിക? ബസ് ഒരു 7:10 ആകുമ്പോ വരുമെന്നാ പറഞ്ഞേ. ഇപ്പൊ 6:42 ഉള്ളൂ. ഇനിയും ബസ് വരാൻ കുറെ ടൈം ഉണ്ട്. ഇപ്പഴേ ഇവിടെ നിന്ന പോസ്റ്റാ. മുന്നിൽ കുറെ അമ്മായിയന്മാരൊക്കെ നിക്കുന്നു. നമ്മളെ കുറ്റാ പറയുന്നേ. എടി, അത് നിന്റെ അനിയത്തിയുടെ സൗണ്ട് അല്ലേ? അത് ശരിയാണല്ലോ, അത് എന്റെ അനിയത്തിയുടെ സൗണ്ട് ആണല്ലോ. അല്ല പെണ്ണെ, നീ എന്താ ഇത്രയും ദൂരം ഓടിക്കത്തിച്ച് വന്നത്? അല്ല എടി, അമ്മയ്ക്കും അച്ഛനും ഇനിയും 10 ദിവസം ഉണ്ട്. അതുകൊണ്ടേ നമ്മുടെ മിമ്മി ചേച്ചി നിന്നെ നോക്കാൻ പോണത്. നല്ലോണം നിക്കടേ. പിന്നെ മാളു എന്റെ കൂടെ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് കളിച്ചോളാം. അടി, നമ്മുടെ മാളുവിന്റെ ഒറിജിനൽ നെയിം എന്താ? ഞാനൊക്കെ അത് മറന്നുപോയി. അവളുടെ പേര് മാളവിക സനീഷ്. എന്റെ പേരും മറന്നു പോരുത്. എന്റെ പേര് നിനക്കറിയാലോ, നിമ്മി ഷനീഷ്. എടി മണ്ടി, നിന്റെ പേരൊക്കെ ഞാൻ മറന്നു പോകുമോ? എനിക്ക് അടുത്ത വലിയ ഇതിന് വരെ ലീവ് ഉണ്ടല്ലോ. ഒടിക്കടിക്കാ ചേച്ചി. ഓ, ഈ കടീനെ വരാൻ കണ്ട നേരം പോവല്ലേ? അന്നാ അങ്ങോട്ട് നേരെ നോക്കി ഇങ്ങോട്ട് പോയാ പോരെ? പോവാട്ടോ, ഞാൻ അടുത്ത ഈദ് വെക്കേഷന് വരാം. അടി, ബസ് വന്നു, ഞാൻ പോയേ. ശരിയടി. എന്താ പൊന്നെ, എന്തൊരു ബോണ്ടിങ് ആയി വര്. ചേച്ചി, എനിക്ക് വിശക്കുന്നു. നിന്റെ വീട്ടില് മാഗി ഇരിപ്പുണ്ടോ? ഇന്നലെ നമുക്ക് അതുണ്ടാക്കി കഴിക്കാം. ചേച്ചി ആയോ? ആ വിട്ടൂടെ പൊന്നാ. അല്ല ചേച്ചി, മാളു എപ്പോഴാ വരിക? ഇവിടെ ഒറ്റക്കല്ലേ, അവക്ക് ഇന്നെന്തോ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവള് വരും. അതൊരു ഡ്രോയിങ് ക്ലാസ് ആടാ. ദുഷ്ടത്തി, എന്നെ കൂട്ടാൻ പോയിക്ക്. ഒരു കാലത്തും അവള് ഗുണം പിടിക്കരുത്. അല്ലടി, നീ ഇത്ര നേരം അവിടെ പോയി കിടക്കയില്? ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ നേരമായില്ലേ? അത് ചേച്ചി, ഞാൻ പോരുന്ന സമയത്തെ ചെക്കന്മാർ ഫുട്ബോൾ കളിക്കുന്നു. അന്നേരം എനിക്കൊരു പൂതിയായി. അന്നേരം ഞാനും അങ്ങ് കയറി കളിച്ച്. അല്ലടി, നീ പെണ്ണാണോ ആണാണോ? എല്ലാവരും മുന്നിൽ ഇങ്ങനെ നാണം കെടുത്തുന്നു. ഞാൻ പെണ്ണെന്നാണെന്ന് ചേച്ചിക്ക് അറിയൂലേ? എന്ത് പറഞ്ഞാലും അങ്ങ് കണ്ണീരൊളിപ്പിച്ചോളും. പൊടി അങ്ങോട്ടേക്ക്. നമ്മളെ ആരാന്റെ വിട്ട് കൂടാൻ വന്നതാ. അതിന്റെ ഒരു ബാലൻസ് കാണിക്ക്. എടേ, മാഗി എടുത്ത് വെച്ചിട്ടുണ്ട്, നീ പോയി തിന്ന്. ഓ, പാള കരച്ചിൽ നിന്നല്ലേ? ഹലോ, ആ മാഗി എടുത്ത് 2 എണ്ണം തിന്ന്. അടി, നമുക്ക് തിന്നാം.